PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ലാസ്റ്റ് ഘട്ട റിവിഷൻ എങ്ങനെയൊക്കെ നമുക്ക് സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇന്നലെ LDയുടെ ഒരു ടൈം ടേബിളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിൻ്റെ ലാസ്റ്റ് പിന്നെ അതിൻ്റെ ലിങ്ക് ടൈം ടേബിളിൻ്റെ ലിങ്ക് നമുക്ക് പിന്നെ പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ ആ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ റിവിഷൻ നടത്താനൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് പറയേണ്ടത് ആദ്യം നമ്മളൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറയുകയാണ്. നമ്മൾ പഠിച്ച ടോപ്പിക്സുകൾ, നമ്മൾ ഏതൊക്കെ പാഠങ്ങളിലെ ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമ്മൾ പഠിച്ചത്, അതിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ അത് തയ്യാറാക്കരുത്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് സൗരയൂഥത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ രണ്ടായിട്ട് ഇതേപോലെ ഒരു വരയിടുക. അതിൽ നമുക്ക് ചെക്ക് ലിസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഈ സൗരയൂഥത്തിലെ ഒരു ടോപ്പിക് എടുക്കുക. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുക. ഇപ്പോൾ സൂര്യനെ കുറിച്ചാണെങ്കിൽ ഈ സൂര്യനെ കുറിച്ച് നമുക്ക് ഏകദേശം എല്ലാം അറിയാവുന്നവരായിരിക്കാം, അല്ലെ? സൂര്യനെ കുറിച്ച് ഏകദേശം എല്ലാം അറിയാവുന്നവരായിരിക്കില്ല. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ്, സൂര്യന്റെ പിണ്ഡം എത്രയാണ്, അങ്ങനെ നമുക്ക് ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ ഈ ഫസ്റ്റ് പാർട്ടിൽ കൊടുക്കുക. പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഈ ഫസ്റ്റ് പാർട്ടിൽ കൊടുക്കുക, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ശരിക്കും പഠിക്കാത്ത, ഇപ്പോൾ സൂര്യൻ നമുക്കറിയാം, അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചുള്ള ഒരു റിവിഷൻ പോലെയാണിത്. രണ്ടാമത്തെ എന്താണ്? അടുത്ത ടോപ്പിക്സ് എന്താണ്? ഗ്രഹണങ്ങൾ. ഇപ്പൊ ഗ്രഹണങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ലെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ ഈ അറിയാൻ വയ്യാത്ത ഭാഗത്ത് നമ്മൾ ഈ ഗ്രഹണങ്ങൾ, മനസ്സിലായോ? ഗ്രഹണങ്ങൾ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താണ്? ഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാമെങ്കിലും ഒക്കെ ഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഈ സ്ഥലത്ത് ഫസ്റ്റ് നമുക്ക് അറിയാവുന്നത് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്താണ്? അറിയാൻ വയ്യാത്ത ടോപ്പിക്സ് കൊടുക്കുക. മനസ്സിലായല്ലോ? ഇപ്പൊ ഈ ഒരു ബുക്കിന്റെ ഒരു ഭാഗത്ത് നമുക്ക് അറിയാവുന്നതും രണ്ടായിട്ട് തിരിച്ചിട്ട് ഒരു ഭാഗത്ത് നമുക്ക് അറിയാവുന്നതും കൊടുക്കുക. അടുത്ത ഭാഗത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത പോർഷൻ ഏതൊക്കെയാണോ അത് നമ്മളിവിടെ ചെക്ക് ചെയ്ത് അതിങ്ങനെ ലിസ്റ്റിട്ട് പോകാം. മനസ്സിലായി? ഇതാണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് TTCയും BEdും ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ഏകദേശം അറിയാമായിരിക്കും അതെങ്ങനെയാ തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുക. അപ്പൊ നമുക്ക് എന്താണ്? ഇപ്പൊ അടുത്തത് നോക്ക്. ഇപ്പൊ ഗ്രഹങ്ങൾ ബുധൻ, അപ്പോൾ അങ്ങനെ ശുക്രൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അറിയാവുന്നത് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കുക. മനസ്സിലായല്ലോ? ഇവിടെ അറിയാൻ വയ്യാത്ത എല്ലാം കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സബ്ജക്റ്റ് മൊത്തവും കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ചെയ്ത് ഒരു 4, ഇപ്പോൾ നമുക്ക് എന്നും അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ വിഷയങ്ങളും നമുക്കതിൽ ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഈ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം മതിയാകും, മാക്സിമം ഒറ്റ ദിവസം മതിയാകും. ഈ ഒറ്റ ദിവസത്തിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു, ഇനി ഏതൊക്കെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ഒരു നല്ല ഒരു ഉദാഹരണമായിരിക്കും. നമുക്ക് ഇനി എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യണം, അത് ഈ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മൾ മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു ഒറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ. ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് മൊത്തം സബ്ജക്റ്റിന്റെയും ചെക്ക് ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ദിവസം എടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു ദിവസം മൊത്തം നിങ്ങൾ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് നിങ്ങളുടെ ദിവസം മാറ്റി വെക്കുക. ആ ഒരു ദിവസം മുഴുവൻ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ മാറ്റി വെക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിൽ നിന്ന് നമുക്ക് അറിയാൻ വയ്യാത്ത ടോപ്പിക്സുകൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഈ ഗ്രഹണങ്ങൾ ഉണ്ടാകും, ചിലർക്ക് പിന്നെ അങ്ങനെ വേറെ ഏതെങ്കിലും ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്സ്. ഇപ്പൊ ധൂമകേതുക്കൾ ഇതൊക്കെ നമുക്ക് അറിയാൻ വയ്യാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ ദിവസം ഈ അറിയാൻ വയ്യാത്ത ഈ ചെക്ക് ലിസ്റ്റിൽ രണ്ടാമത് വന്നത് ഏതൊക്കെയാണോ അതിൽ നമുക്ക് അറിയാൻ വയ്യാത്തത് ഏതൊക്കെയാണോ ആ ടോപ്പിക്സുകൾ നമ്മൾ എടുത്തൊന്ന് റിവിഷൻ ചെയ്ത് വായിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അതിൽ ലാസ്റ്റ് സമയമാണ്, നമ്മൾ ഒരുപാട് ഇരുന്നിട്ട് അതിൽ പഠിക്കാനായിട്ടല്ല, അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എല്ലാ സബ്ജക്റ്റിൻ്റെയും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്കിതൊക്കെ അറിയാം.
ഈ അറിയാവുന്ന സബ്ജക്റ്റ് നമ്മൾ അന്ന് നോക്കരുത്, അത് നോക്കുകയോ ചെയ്തത്. ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം നമുക്ക് അറിയാൻ വയ്യാത്ത സബ്ജക്ട്സിലെ ടോപ്പിക്സുകൾ നമ്മൾ അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് കൂടുതൽ ഒരു നമ്മൾ അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കുക. മനസ്സിലായോ? അപ്പൊ തന്നെ നമ്മുടെ ഒരു ഏകദേശം റിവിഷൻ അവിടെ കഴിയുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഞാൻ ഈ GK ഫുള്ള് കാര്യമാണ് പറയുന്നത്, കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞിട്ടില്ല. GK ഫുള്ള് കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മാത്സും ഉണ്ട്, കറണ്ട് അഫയേഴ്സും കിടക്കുന്നുണ്ട്, അതിന്റെ കാര്യം ഞാൻ പറയാം. അപ്പൊ മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് എന്തൊക്കെ ചെയ്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒന്നാമത്തെ ദിവസം നമ്മളൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് എടുക്കുക. രണ്ടാമത്തെ ദിവസം നമ്മൾ ഈ ചെക്ക് ലിസ്റ്റിൽ രണ്ടാമത് കൊടുത്തത് നമുക്ക് എന്താണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സുകൾ രണ്ടാമത്തെ ദിവസം നമ്മൾ വെറുതെ ഇരുന്ന് പഠിക്കാനായിട്ടല്ല, അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലായല്ലോ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ അറിയാൻ വയ്യാത്ത പാഠങ്ങൾ നമ്മൾ രണ്ടാമത്തെ ദിവസം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അറിയാൻ വയ്യാത്ത ഭാഗങ്ങളിലെ ആ ഒരു നമ്മളിപ്പോൾ ഗ്രഹണങ്ങളെ കുറിച്ച് ധൂമകേതുക്കളെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളത് രണ്ടാമത്തെ ദിവസം നമ്മൾ ഈ അറിയാൻ വയ്യാത്ത ഈ GK ഫുള്ള് നമ്മളിരുന്ന് വായിച്ചു. മനസ്സിലായല്ലോ? GK ഫുള്ള് നമ്മളിരുന്ന് വായിച്ചിട്ട് ഈ അറിയാൻ വയ്യാത്ത പാഠത്തിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ദിവസം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക. 1-2 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ആ 1-2 സബ്ജക്റ്റിൽ നമുക്ക് അറിയാൻ വയ്യാത്ത ഏതൊക്കെയാണോ അത് നമുക്കൊരു ലിസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ഈ കഴിഞ്ഞ തലേദിവസം നമ്മൾ പഠിച്ചതാണ്, അതിൽ നിന്നും നമ്മൾ സ്വയം ക്വസ്റ്റ്യൻ ചെയ്ത് തയ്യാറാക്കുക. ക്വസ്റ്റ്യനോ ആൻസറും ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ക്വസ്റ്റ്യനും ആൻസറും ചെയ്യുന്നത് നല്ലതാണ്. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായല്ലോ? ഇതൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ നമുക്കൊരു 3-4 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാം. നമ്മളപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ പഴയ ആ ഒരു റിവിഷൻ രീതിയിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ പുതിയ റിവിഷൻ രീതി നമുക്ക് എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത് നമുക്ക് മനസ്സിലാവും. അപ്പൊ പണ്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ എടുത്തിട്ട് വായിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്തു പോകാം. കാര്യം ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആദ്യം നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് അറിയാൻ വയ്യാത്ത പിറ്റേ ദിവസം നമ്മൾ എടുത്ത് പഠിക്കുക. മൂന്നാമത്തെ ദിവസം നമ്മൾ എന്താണ് രണ്ടാമത്തെ ദിവസം ഫുള്ള് അത് പഠിക്കാനായിട്ടുള്ള സമയം കൊടുക്കുക. പഠിക്കാന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല, നമ്മൾ പഠിച്ചിട്ട് ഓർമ്മ നിൽക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല, അത് പഠിക്കാനായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം സമയം കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കരുത്. നമ്മൾ പഠിച്ചിട്ട് പോകുന്ന സബ്ജക്ട്സിന്റെ താഴെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ മാർക്ക്ഡ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഈ രണ്ടാമത്തെ ദിവസം പഠിക്കേണ്ടത്. മൂന്നാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പഠിച്ചതിന്റെ പിന്നെ നമ്മൾ ഈ PYQ അല്ല, നമ്മൾ സ്വയം മോക്ക് ടെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറോ നമ്മളൊരു ബുക്കിൽ നമ്മൾ തയ്യാറാക്കി വെക്കുക. വേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ചെക്ക് ലിസ്റ്റിന്റെ ഇതേപോലത്തെ ഒരു ബുക്ക് എടുത്തിട്ട് ആ ചെക്ക് ലിസ്റ്റിന്റെ ബുക്കിൽ തന്നെ നമ്മൾ എഴുതി വെക്കുക. നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് പറയാൻ കിട്ടുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് അതാണ് മൂന്നാമത്തെ കാര്യം. നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് തയ്യാറാക്കി വെക്കുക എന്ന് വെച്ചാൽ നമുക്കത് പിന്നെ മൂന്നാമത്തെ ദിവസം നമുക്ക് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ നമ്മൾ GK എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ്? SCERT ഉണ്ട്. പിന്നെ SCERT വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഈ പഠിച്ച വിഷയങ്ങളിൽ നമുക്ക് SCERT ഉൾപ്പെടുത്താം. റാങ്ക് ഫയൽ മാത്രമല്ല SCERT നമുക്ക് ഉൾപ്പെടുത്താം. അത് അതിന്റെ കൂടെ പൊയ്ക്കൊള്ളണം. അത് നല്ല കാര്യം. അല്ലെങ്കിൽ SCERT നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം തൊട്ടെടുത്ത് ചെയ്യണം. അല്ല വേണ്ട, നമുക്ക് SCERT ഇതിന്റെ കൂടെ പഠിച്ചു പോവാം. ഇനി നാലാമത്തെ ദിവസം, ഇനി SCERT പഠിക്കാത്തവർക്കാണെങ്കിൽ നാലാമത്തെ ദിവസം SCERT ഇതേപോലെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതേപോലത്തെ തന്നെ സബ്ജക്ട് നമുക്ക് SCERT ഉണ്ടാവും, അത് നമുക്ക് എടുത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ അത് പോവുകയും ചെയ്യും. ഇതേപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ SCERT ചെയ്യുക. ഇനി അത് ചെയ്യാത്തവർ അത് നാലാമത് ചെയ്യുക, ചെയ്തവർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഞ്ചാമത്തെ ദിവസം, അഞ്ചാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ മെത്തേഡാണ്. അതെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ GK നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ഏതാണ്? നമുക്ക് മാത്സും CAയും ആണ് നമുക്കുള്ളത്, കറണ്ട് അഫയേഴ്സും ആണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. മാത്സ് ഒന്ന് നമുക്ക് റിവിഷൻ ചെയ്തിട്ട് നമ്മൾ എഴുതി വെച്ച ചെറിയ നോട്ട്സുകളില്ല, ആ നോട്ട്സുകൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും PYQs വരുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. അത്രയും നമുക്ക് മാത്സ് ഒന്നും പിന്നെ നമുക്ക് റിവിഷൻ ചെയ്ത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. മാത്സ് ഒക്കെ നമുക്ക് ഏകദേശം
നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ വന്ന് പഠിച്ച് ആ ഒരു രീതി നമുക്ക് ഏകദേശം അറിയാവുന്നതായിരിക്കും. അപ്പം നമുക്ക് മാത്സ് ഒക്കെ നമുക്ക് നോക്കാതിരിക്കരുത്, മാത്സും കൂടെ നോക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് മന്ത് വേണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതോ ഒരു എക്സാമിൻ്റെ ഇതിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ കറണ്ട് അഫയേഴ്സ് അതിൻ്റെ തലേന്നിൻ്റെ ആ തലയാഴ്ചയിൽ ആ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഏതോ ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞ ഏതോ ഒരു CPOയുടെ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഇത് അനാലിസിസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 ആഴ്ച മുന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവർ ചോദിച്ചിട്ടുണ്ടെന്ന്. അതാണെന്ന് എൻ്റെ വിശ്വാസം. എനിക്ക് ശരിക്കും ഓർമ്മയില്ല, പക്ഷെ ഒരു 3 ആഴ്ച മുന്നത്തെ വരെ ചിലതിൽ ചോദിക്കുന്നുണ്ട്. ചിലതിൽ ഇതൊന്നും ആയിരിക്കത്തില്ല, ചിലതിൽ വർഷങ്ങൾ പഴക്കമുള്ളത് വേണമെങ്കിൽ അത് കറണ്ട് ആയിട്ടുള്ളതായിരിക്കത്തില്ല, അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സ് നമുക്കിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഈ ലാസ്റ്റ് ദിവസം നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിനും അതേപോലെ തന്നെ നമ്മൾ മാത്സിനുമായിട്ട് മാറ്റി വയ്ക്കുക. അപ്പം കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറച്ച് വായിച്ച് നോക്കുക, മാത്സ് നമ്മൾ ചെയ്ത് പഠിക്കുക ലാസ്റ്റ് ദിവസം. അങ്ങനെ നമുക്ക് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ തുടർന്നുകൊണ്ട് പോവുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ അറിയാവുന്ന ടോപ്പിക്സുകളുണ്ടല്ലോ, അറിയാവുന്ന ടോപ്പിക്സുകൾ ഈ 4ാമത്തെ ദിവസം, അതായത് കറണ്ട് അഫയേഴ്സും മാത്സും നോക്കുന്ന ദിവസം നമുക്ക് അറിയാവുന്ന ടോപ്പിക്സുകളും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ റിവൈസ് ചെയ്ത് പോകണം. അപ്പം അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ അറിയാവുന്ന ടോപ്പിക്സ് എന്തായാലും നമ്മൾ മറന്നു പോകും. അപ്പം നമുക്ക് ഈ അറിയാവുന്ന ടോപ്പിക്സുകൾ നമ്മൾ നോക്കുകയും ചെയ്യണം. അറിയാവുന്ന ടോപ്പിക്സ് ഇതേപോലെ തന്നെ ഇതേ സ്ട്രാറ്റജിയിൽ ഓരോ ആഴ്ചയിലും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ ഈ അറിയാവുന്ന ടോപ്പിക്സുകളും കൂടെ നമ്മൾ ഈ 5ാമത്തെ ദിവസം SCRT പഠിക്കുന്നവർ 4ാമത്തെ ദിവസം അവർക്ക് അതിനെടുക്കാം. അല്ലെങ്കിൽ 5ാമത്തെ ദിവസം നമുക്ക് ഈ അറിയാവുന്ന ടോപ്പിക്സ്, ഈ കറണ്ട് അഫയേഴ്സും മാത്സും പഠിക്കുമ്പോൾ ഈ അറിയാവുന്ന ടോപ്പിക്സ് ജസ്റ്റ് നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞതായിരിക്കും, നമ്മളൊന്ന് നോക്കിപ്പോകുക. അപ്പം മനസ്സിലായല്ലോ. PYQ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ്. PYQ നമ്മൾ ഇന്ന ദിവസം ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. PYQ അവർക്ക് ഇഷ്ടമുള്ള ദിവസം മോക്ക് ടെസ്റ്റ് പോലെ അല്ലാതെ PYQ ഫുള്ളായിട്ടൊക്കെ അവർക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഞാൻ ഒന്നുകൂടെ എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതിൽ എന്താണ് ചെയ്യേണ്ടത്, അറിയാവുന്നതും അറിയാൻ വയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക. 2ാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ അറിയാൻ വയ്യാത്ത ടോപ്പിക്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണ് നമുക്ക് അറിയാൻ വയ്യാത്തത് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊന്ന് ഒന്ന് വായിക്കുക. നന്നായിട്ട് മനസ്സിരുത്തി നമ്മളൊരു 3 സബ്ജക്റ്റോ 4 സബ്ജക്റ്റോ ഒരു 3 സബ്ജക്റ്റ് എടുത്തിട്ട് വായിക്കുക. ഓരോ ദിവസം ഒരു 3 സബ്ജക്റ്റ് എടുത്തിട്ട് വായിക്കുക. ഇനി കൂടുതലായിട്ട് ഉള്ളവർ അത് വേണമെങ്കിൽ ചെയ്യാം. 3 സബ്ജക്റ്റോ 4 സബ്ജക്റ്റോ എടുത്ത് വായിക്കുക. പിന്നെ 3ാമത്തെ ദിവസം എന്താണ്, നമ്മൾ ഈ വായിച്ച സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കുക. ഇനിയിപ്പോൾ 3 സബ്ജക്റ്റാണ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കിയതിന്റെ പിറ്റേ ദിവസം നമുക്ക് ബാക്കി 3 സബ്ജക്ട്സ് വായിക്കാം. മനസ്സിലായല്ലോ. ഈ ദിവസം നമുക്ക് എല്ലാം കൂടെ തയ്യാറാക്കാനായിട്ട് പറ്റത്തില്ല. വില കൂടെ തയ്യാറാക്കി വെക്കാം, പക്ഷേ നമുക്ക് എല്ലാം കൂടെ ചെക്ക് ചെയ്ത് വെക്കുന്ന ദിവസമാണ് നമ്മളിത്. മനസ്സിലായല്ലോ. ഇത് ചെക്ക് ചെയ്ത് വെക്കുന്ന ദിവസമാണ്, നമുക്ക് അതെല്ലാം പറ്റും. പക്ഷെ 3ാമത്തെ ദിവസം നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 3 സബ്ജക്റ്റ് നമുക്കിത് സമയമില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കൂടുതൽ സമയം അല്ലെങ്കിൽ പെട്ടെന്ന് സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്ത് പോകണം. മനസ്സിലായല്ലോ. അപ്പോൾ 3ാമത്തെ ദിവസം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ തയ്യാറാക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചെക്ക് ചെയ്ത് ഈ 2ാമത്തെ നമ്മൾ ടഫുള്ള വിഷയങ്ങളാണ് ഈ 2ാമത് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ റാങ്ക് ഫയലിലോ SCRTയിലോ നമ്മൾ നോക്കി പഠിക്കുക. പഠിച്ചതിന് ശേഷം പുതിയതായിട്ട് ഉള്ളതൊന്നും പഠിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക. 3ാമത്തെ ദിവസം നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കുക. അപ്പോൾ കൂടുതൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കിയതിന്റെ പിറ്റേ ദിവസം അടുത്ത 3 സബ്ജക്ട്സ് എടുത്ത് പഠിക്കുക. അപ്പം നമ്മുടെ ഒരു 3 ദിവസം കൊണ്ട് ആ ഫുള്ള് GK തീരും. 4ാമത്തെ എന്താണ്, SCRT വേണമെങ്കിൽ ഇതിന്റെ കൂടെ പഠിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ചെയ്യാം. മനസ്സിലായല്ലോ. SCRT ഇതേപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് വെച്ച് തയ്യാറാക്കാം. ഇനി 5ാമത്തെ ദിവസം എന്ന് വെച്ചാൽ മാത്സും കറണ്ട് അഫയേഴ്സും പഠിക്കാനായിട്ട് ഉള്ള ദിവസമാണ് 5ാമത്തെ ദിവസം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ഇങ്ങനെ ഒരു 3 ആഴ്ച, ഒരു 2 ആഴ്ച നമ്മൾ ഇങ്ങനെ ചെയ്യുക. മനസ്സിലായല്ലോ. 3 ആഴ്ച ഉണ്ടല്ലോ എക്സാം. അപ്പോൾ 2 ആഴ്ച നമ്മൾ അങ്ങനെ ചെയ്യുക. 3ാമത്തെ ആഴ്ച ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ വീക്ക് എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മളിപ്പോൾ സ്മാർട്ടായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്താൽ, അല്ലാതെ പഴയ മെത്തേഡാണ് ഫുൾ എടുത്ത് വെച്ച് വായിക്കുക. ഇതിപ്പോൾ ചെക്ക് ലിസ്റ്റ് ഇറക്കൽ നമ്മൾ ഇനിയിപ്പോൾ ഈ 10th പ്രിലിംസ് അല്ല, ഏതൊരു എക്സാമിനാണെങ്കിലും നമുക്ക് ഇതൊക്കെ ഉള്ളതായിരിക്കും അടുത്ത എക്സാമിനൊക്കെ. അപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബോധം നമുക്ക് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ അതിപ്പം നമ്മൾ പെട്ടെന്ന് ഇനി പഠിച്ചു വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു രീതി പിന്തുടരുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ മാറ്റമൊക്കെ വരുത്താം. അതിലൊന്നും നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല.
അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം വരുത്താം. പക്ഷേ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് നമ്മൾ എല്ലാ സബ്ജക്ട്സിനും എല്ലാ എക്സാംസിനും നമുക്കത് ഗുണകരമായിരിക്കും. നമ്മൾ പെട്ടെന്നൊരു സമയത്ത് പെട്ടെന്ന് എക്സാമിനൊക്കെ പോകുന്നതിന് പെട്ടെന്ന് മുമ്പ് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാനായിട്ട് നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് ഇതേപോലത്തെ ഒരു ബുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ ഡയറി പോലത്തെ ബുക്കിൽ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. നോട്ട് ബുക്കിലാണെങ്കിൽ അതാ ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 ആഴ്ച നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക, പഠിക്കുക. പുതുതായിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ലാസ്റ്റ് ഘട്ട റിവിഷൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.